തൗബയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരമാണിത്. എല്ലാ ചെറുദോഷങ്ങൾക്കും വൻ ദോഷങ്ങൾക്കും തൗബ ചെയ്യൽ നിർബന്ധമാണെന്ന് ഇമാമുന നബവി റളിയല്ലാഹു തആല അൻഹു ഏത് ചെറുതിനും വലുതിനും തൗബ ചെയ്യണമെന്നാണ്. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരയുന്ന കരച്ചിലോ അൽ ബുകാഉ അലൽ ഖതിയ യഹത്തുൽ ഖതായ കമാ യഹത്തുർ റീഹുൽ വറഖൽ യാബിസ്. നല്ല കാറ്റടിച്ച് വീശുമ്പോൾ ഉണങ്ങിയ ഇലകൾ താഴെ പൊടിഞ്ഞു വീഴുന്ന പോലെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കരഞ്ഞാൽ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അങ്ങനെ കാറ്റടിച്ച് വീശുമ്പോൾ ഉണങ്ങി ഇല വീഴുന്ന പോലെ പണ്ടെന്നോ ചെയ്ത് തെറ്റ്, കോളേജ് പഠിക്കുന്ന കാലത്ത് എന്തോ കുരുത്തക്കേട് കാണിച്ചത്, അല്ലെങ്കിൽ അതിന് ശേഷം, അല്ലെങ്കിൽ വിദേശത്ത് പോയപ്പോഴ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഊട്ടിയിലേക്ക് ടൂറാന്ന് പറഞ്ഞ് ഇവിടെ ചെറുപ്പക്കാര് ബൈക്ക് എടുത്തിട്ട് പെരുന്നാക്കൊരു പോക്കുണ്ട് മൈസൂരിലേക്ക്, എന്തൊക്കെ കുരുത്തക്കേട് അവിടെ ചെന്ന് കാണിക്കണത് അല്ലാഹു ആലം. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരെ, റബ്ബേ എന്തേ ഇപ്പൊ ഞാൻ എന്നാ ചെയ്തു കൂട്ടിയതൊക്കെ, റബ്ബേ പടച്ചോനെ പുറത്തുതാ, അല്ലാഹുവേ മാപ്പ് തരണേ. ചെയ്തു പോയ തെറ്റിനോർത്ത് സങ്കടപ്പെടുന്നത് ഒരുപാട് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാണെന്നാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പഠിപ്പിക്കുന്നത്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കരയുന്നത് നമ്മുടെ മറ്റുള്ള തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. ഹസനുൽ ബസ്രി തങ്ങൾ ഒരു രാത്രി പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ചത് വീട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണത്. ദക്കർതു ദംബൻ ഫബകൈത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവാണ്. ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികളിൽ ഉമർ തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന നേരത്താണ് വസല ഇലാ ഖൗലിഹി തആല, സൂറത്തു ഗാഫിറിലെ അല്ലാഹു പറയുന്ന നരകക്കാരെ പറയുന്ന ഒരു ഭാഗം എത്തിയിരിക്കുന്നു. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. നരകവാസികളെ കഴുത്തിൽ ചങ്ങലകൾ വെച്ച് വലിച്ചിഴക്കപ്പെട്ടു കൊണ്ടുവരികയും നരകവാസികളുടെ കഴുത്തിൽ ചങ്ങലകൾ മുറുക്കി വെച്ച് അവരെ വലിച്ചു കൊണ്ടുവരികയും നരകത്തിൽ കൊണ്ടുപോയി യുസ്ജറൂൻ കത്തിക്കപ്പെടുകയും ചെയ്യും. സജറ, സിഗരറ്റിന് സീജാറ എന്ന് അറബിയിൽ പറയാ. സീജാറ സിഗരറ്റ്. സജറ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന യുസ്ജറൂൻ, നരകത്തിൽ അവരെ കത്തിക്കപ്പെടും എന്ന് പറഞ്ഞ ഭാഗം. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇതൊന്നും അല്ലാഹു വെറുതെ പേടിപ്പിക്കാൻ പറയല്ലോ. അല്ലാഹു അന്നാറു ഹഖ്ഖുൻ വ ഇന്നൽ ജന്നത ഹഖ്. സ്വർഗ്ഗം ഹഖാണ്, നരകം ഹഖാണ്. അല്ലാഹു അത് പടച്ചു വെച്ചിരിക്കുന്നു, ഇപ്പോഴും അത് നിലവിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഓതിയപ്പോഴാണ് സൂറത്ത് ഗാഫിർ മുഴുവനായി ഓതി തീർക്കാൻ കഴിയാതെ, മറ്റൊരു സൂറയിലേക്കും പോവാൻ കഴിയാതെ നേരം പുലരുന്നവരെ രാത്രിയിൽ ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ثم في الحميم ثم في النار يسجرون. നേരം പുലരുന്നവരെ ഓതിയിരുന്നത് ഈ രണ്ട് ആയത്തുകളാണ്. അത് ഓർത്തുകൊണ്ട് കരയുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ കലാമിൽ നരകത്തിന്റെ വിഷയങ്ങൾ പറയുന്ന, ഖിയാമത്തിന്റെ വിഷയങ്ങൾ പറയുന്നത് അധികവും അമ്മ സൂറത്തിന് താഴെയാണ്. നമുക്കൊക്കെ അറിയുന്ന ജുസ് അമ്മ സൂറത്ത് താഴെ. ഖുർആനിന്റെ 30-ാമത്തെ ജുസ് ലോകാവസാനം ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അതൊരു വലിയൊരു റിട്ടോറിക് ബ്യൂട്ടി ഉണ്ട്. ഖുർആൻ അവസാനിക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചാണ്. രണ്ടും അവസാനമാണ്, ലോകാവസാനത്തിന്റെ അനുഭവങ്ങളാണ് ഓരോ സൂറയും. അൽ ഖാരിഅതു മൽ ഖാരിഅഹ, പ്രകമ്പനമുള്ള ഘോരമായ ശബ്ദത്തോടുകൂടെ മഹാവിസ്ഫോടനം നടക്കുമ്പോൾ അല്ലാഹു തആല പറയാ അൽ ഖാരിഅതു മൽ ഖാരിഅഹ വമാ അദ്റാക മൽ ഖാരിഅഹ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്ഥൂസ്. പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഗ്രാവിറ്റി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാർ പരുത്തി പറക്കുന്ന പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് പറന്നു പോകുന്ന
അള്ളാഹുവിന്റെ ഭയാനകമായ ഈ പ്രപഞ്ചത്തിൽ അവൻ വരുത്തി വെക്കുന്ന അന്ത്യനാളിന്റെ പ്രകടമായ അടയാളങ്ങളെ ഓരോന്നും കണിശമായി വിവരിക്കുന്ന സൂറത്തുകൾ അവിടെയുണ്ട്. പേടി വരാറുണ്ടോ അതൊക്കെ ഓർക്കുമ്പോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിരന്തരമായ ഭൂകമ്പം നടക്കുമ്പോൾ, തുർക്കിയിൽ ഭൂകമ്പം നമ്മൾ പറയാ തുർക്കിയിലല്ലേ, ഇറാനിൽ ഭൂകമ്പം, ഇന്തോനേഷ്യയിൽ സുമാർത്തയിൽ, ഇനി അതല്ല കോഴിക്കോട് ഭൂകമ്പം, ഫറൂഖിൽ ഭൂകമ്പം, പെരുമുഖത്ത് ഭൂകമ്പം, ഒലിപ്രങ്കടവില് ഭൂകമ്പം, കടലുണ്ടി നഗരത്തിൽ, കടലുണ്ടിയിൽ, പരപ്പനങ്ങാടിയിൽ, ചെട്ടിപ്പടിയിൽ, ഇങ്ങനെ അങ്ങ് ആലോചിച്ചു. അങ്ങനെയാ ഖിയാമത്ത് നടക്കാം. സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു രംഗം, ഭൂമിയാകെ പ്രകമ്പനം കൊണ്ട് ഇളക്കി മറിക്കപ്പെടുന്നൊരു നേരം, എല്ലായിടത്തും ഭൂകമ്പം. ഇതൊക്കെ പറയുന്ന സൂറത്തുകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്, എത്രയാ ഓതിപ്പോകുന്നത്? ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വരാറുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളല്ലയോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? ആ വചനങ്ങൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇതാ വിഷയം. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. ഈ രണ്ട് ആയത്തുകളിൽ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമല്ലയോ നമ്മളെ ഇരിക്കുന്ന റമദാൻ? ഖുർആൻ ഇറങ്ങിയ മാസല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. റമദാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാത്രിയിലാണ്, ഖദറിന്റെ രാവിലാണ് അല്ലാഹുവിന്റെ കലാം ഏഴാനാകാശത്തിനപ്പുറത്ത് കിടക്കുന്ന ലൗഹൽ മഹ്ഫൂദ് എന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഭൂമിയിലേക്ക് വന്നതല്ല. ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ചല്ല ആ സൂറത്തിൽ പറയുന്നത്. ഭൂമിയിലേക്ക് വന്നത് റമളാനിലാണ്. പക്ഷേ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂറത്തുകൾ വിശുദ്ധമായ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് റമളാനിൽ തന്നെയാണ്. പക്ഷേ 27-ാം രാവിനല്ല, റമളാനിന്റെ 24-ാം രാവിലാണ് ഇഖ്റ നിബിധങ്ങൾക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഖുർആൻ ഒന്നാകെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒന്നി നിന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഒന്നിലേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയതുപോലെയല്ലേ? ലാൻഡ് ചെയ്താ പറയില്ലേ നാട്ടിലെത്തി, അവിടുന്ന് പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ വയനാട്ടിൽ എത്താനുണ്ടാവും ചിലപ്പോൾ ഒരു പാസഞ്ചർക്ക്. അപ്പോ എന്നാലും പറയും നാട്ടിലെത്തി. ഒന്നാം ആകാശത്തെത്തിയില്ലേ, അവിടുന്ന് ഭൂമിക്ക് അവിടുന്ന് വരുന്ന ദൂരല്ലല്ലോ ലൗഹുൽ. അതുകൊണ്ടാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിൽ അല്ലെങ്കിലും വിശുദ്ധ റമദാനിൽ തന്നെയാണ്. റമദാൻ 24-ന് ഖുർആൻ ഇറങ്ങി. ആ വിശുദ്ധമായ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെടുമ്പോൾ, ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ ചില ആയത്തുകൾ നിർത്തി ഒരുപാട് തവണ ആവർത്തിച്ച് ഓതുന്ന കാര്യങ്ങളെ കാണും. ചില ഓതുന്ന ഖിറാഅത്തിന്റെ ആലിമീങ്ങൾ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് അവർ ഓതിക്കൊണ്ടിരിക്കും. അർത്ഥമറിയുമ്പോൾ കരച്ചിൽ വരും, തൊണ്ടയിടറും, പൊട്ടിക്കരയാൻ തോന്നും. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ ഫബ്കൂ, നിങ്ങളൊന്ന് കരയണേ. ഇത് തങ്ങൾ പറയുകയാണ് വഇല്ലം തബ്കൂ ഫതബാകൂ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ വചനം ഓതുമ്പോൾ കരയാൻ പറഞ്ഞിട്ടുണ്ട്. കരച്ചിലിന്റെ രീതിയിലാണ് ഖുർആനിന്റെ പാരായണം നടക്കുന്നത്. അപ്പോഴാണ് ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ആശയങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ ഹൃദയം ഭൗതികമായ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ഭൗതികതയിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അഭൗതികമായ അള്ളാഹുവിന്റെ കലാമ തന്നെ ഇടപെടണം. അപ്പോഴാണ് ഖൽബിന് അള്ളാഹു സമാധാനം നൽകുന്നത്. ആ കലാമുമായി ഒരുപാട് ഇടപെടാനുള്ള സമയം അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുൻഗാമികളിൽ സലഫുസ് സ്വാലിഹീങ്ങളിൽ മറക്കാൻ കഴിയാത്ത പ്രഗൽഭൻ തന്നെയാണ്. മഹാനവറുകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ
ആളുകൾ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ, പരിശുദ്ധമായ റൗള ഷരീഫിൽ പോയി കിടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മദീനയിലെ റൗളയിൽ ആരാ കിടക്കുന്നത്? നബി തങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്തുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 പേരല്ലേ കിടക്കുന്നത്? റൗളയിലേക്ക് ചെല്ലുമ്പോ പുരുഷന്മാർക്ക് കടന്നു പോകാൻ കഴിയുന്ന ആ വഴിയിൽ 3 ദ്വാരങ്ങൾ കാണാൻ കഴിയും. ഹുനസ്സലാമു അലാ റസൂലില്ലാഹ്, ഇവിടെ നിന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയേണ്ടത്. എഴുതിയിട്ടുണ്ട്. ഹുനസ്സലാമു അലാ അബീ ബക്കറിൻ സിദ്ദീഖ്, ഇവിടെയാണ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത്. ഒരടി മാറുമ്പോ ഹുനസ്സലാമു അലാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇവിടെയാണ് ഉമർ തങ്ങളോട് സലാം പറയേണ്ടത്. 3 ദ്വാരങ്ങൾ കാണും. അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടുതന്ന നബിയേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയും സലാമും അല്ലാഹുവിന്റെ ദുആവും ഉണ്ടാവട്ടെ എന്ന് നബി തങ്ങളോട് സലാം പറയുന്ന ആ മേഖലകൾ റൗളയുടെ പുണ്യമായ സ്വർഗത്തിന്റെ കഷ്ണമെന്ന് പറയുന്ന ഹബീബിന്റെ പള്ളിയിലെ ആ ഒരു ഭാഗം അല്ലാഹു ഒരുപാട് തവണ അവിടങ്ങളിലൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് നേരെ മദീനത്ത് പോവാതെ തിരിച്ചു വരുന്ന എത്രയോ ആളുകൾ ജോലി തിരക്കാണത്രേ. ഉംറക്ക് പോകുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്. ഹബീബിന്റെ മദീനയിലേക്ക് ചൊല്ലലും ഹബീബിന് സിയാറത്ത് ചെയ്യലും ഹബീബിന് പോയി സലാം പറയലും ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ ഐക്യകണ്ഠേന ഏറ്റവും പ്രബലമായ സുന്നത്താണെന്ന് പറഞ്ഞ ഒരു കർമ്മമാണത്. അത് ആരും ബിദ്അത്ത കുഫ്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് എന്തേ പോവാത്തത്? അവിടെ കൂലി കുറച്ചല്ലേ ഉള്ളൂ. കൂലി ഹോൾസെയിലായിട്ട് മക്കത്ത് വാങ്ങി പോരാന്നാ പറയാ. മക്കയിൽ 1 ലക്ഷമല്ലേ നിസ്കാരത്തിന്, മദീനയിൽ 1000 ഉള്ളൂ. നിങ്ങൾ 1 ലക്ഷം എത്ര നിസ്കാരം മക്കയിൽ പരമാവധി ചെലവഴിക്കുക, മദീനയിൽ ഇപ്പോൾ വലിയ കൂലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാ പറയാ ന്യായം. എന്താ വിഷയം എന്നറിയോ? സ്നേഹമുണ്ടോന്നാ അള്ളാഹു നോക്കണത്. കൂലി മദീനത്ത് 2 ലക്ഷം എന്ന് പറഞ്ഞാൽ മക്ക തന്നെ പോവാതെ ഹജ്ജനെ ക്യാൻസൽ ചെയ്തവരും മദീനത്ത് പോയിരുന്നത് വരും. അതല്ല വിഷയം. നിങ്ങൾക്ക് ഇവിടെ മക്കയിൽ 1 ലക്ഷം കൂലുണ്ട് എന്ന് പറഞ്ഞു തന്ന ആൾ ആരാണ്? മദീനയിൽ കിടക്കുന്ന നബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ മനസ്സിലാക്കാത്തത്? ഇസ്ലാമിൽ ഒരു തരം യുക്തിവാദം കടന്നു വന്നിരിക്കുകയാണ്. അതാ വലിയ വിഷമാണത്, വലിയ വിഷമമാണ്. കൂളായിട്ട് ഉംറക്കൊക്കെ പലരും പോകുന്നുണ്ട്. മക്കയിൽ പോയി മദീന പോവാതെ ഡയറക്റ്റ് ജിദ്ദ ബാക്ക് ടു കാലിക്കറ്റ്, അത്രയേ ഉള്ളൂ. മദീനത്ത് പോയിട്ടൊന്ന് തിരിച്ചു വരെ ഒന്നും ചെയ്യൂല. ഇതൊക്കെ വെറുതെ, അതൊക്കെ സുന്നിയൊക്കെ പറഞ്ഞതാ. ബാക്കിയുള്ള അങ്ങനെയൊന്നല്ല. മുസ്ലിമായ മനുഷ്യൻ ചെയ്യണത്, മുസ്ലിമായ മനുഷ്യന് പറഞ്ഞത് സുന്നത്താണെന്നും പ്രബലമായ സുന്നത്താണെന്നും ഹബീബിനെ യജിബു അൻ യുസാറ, നബി തങ്ങളെ സിയാറത്ത് ചെയ്യപ്പെട്ടേ പറ്റൂ. നബി തങ്ങളുടെ അരികത്തേക്ക് ചെല്ലണം, അവിടത്തോട് സലാം പറയണം. നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. എല്ലാ ആലിമീങ്ങളും, അതിലാർക്കും അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്താണെന്നറിയില്ല, അവരൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരാൾ പറയാണ്, ഒരു ഹാജിര് പറഞ്ഞു എന്ന് വിചാരിക്കാം, കാരണം പറയാം, നിങ്ങൾക്ക് എൻ്റെ വക ഒരു 10,000 റുപ്യ ഉണ്ട്, അത് നമ്മുടെ കടലുണ്ടി നഗരത്തിൽ എൻ്റെ ഷോപ്പുണ്ടല്ലോ, അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ. ഇയാൾ നേരെ പോയിട്ട് ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നു. അവിടെ ഇയാളെ കാണുന്നില്ല, ഇയാളെ വീട്ടിൽ എവിടെയോ ആണ്. പറഞ്ഞു, നിങ്ങളുടെ മുതലാളി ഒരു 10,000 വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഞാൻ അത് വാങ്ങിക്കാൻ വന്ന ആളാണ്. നിങ്ങൾ ആരാ? ഞാൻ പേരിൻ്റെതാണ്. ഇവരോട് പറഞ്ഞാൽ മതി. ശരി, ഇതാ നിങ്ങളുടെ 10,000 എടുത്തോളൂ. ശരി കേട്ടോ, ഞാൻ പോവാണ്. അടുത്ത ബസ് കയറി പോകുന്നു. പിന്നെ ഇയാളുടെ ഒരു വർത്താനമല്ല, ഒരു സലാമല്ല, കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്ന വലിയ ഉപകാരമായി കേട്ടോ, വലിയൊരു വിഷമത്തിലായിരുന്നു ആ സമയത്ത്, വലിയൊരു ഉപകാരമായി നിങ്ങളാ തന്നത്. അല്ലെങ്കിൽ ആ തന്ന വ്യക്തിയെ വീട്ടിൽ പോയി ഒന്ന് സലാം പറഞ്ഞ് അയാളോട് നന്ദി പറയാ. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്, അള്ളാഹുവിനോട് നന്ദി പറയാത്തവർ, മനുഷ്യരോട് നന്ദി പറയാത്തവർ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്നാ. അപ്പോ നിബിധങ്ങൾ പറയാ, മദീനത്ത് മക്കയിൽ 1 ലക്ഷമുണ്ട്, ഞാൻ അതെടുത്തിട്ട് പോരാ. ഇത് തന്ന ആൾ, ഇത് പറഞ്ഞു തന്ന ആൾ, പഠിപ്പിച്ച ആൾ, ഹജ്ജ് എന്താണ് ഉംറ എന്താണെന്ന് പഠിപ്പിച്ച ആൾ എവിടെയാണ്? മദീനത്താണ്. അത് ലാഭം ഉദ്ദേശിച്ച് വരണ്ട, ഇവിടെ ലാഭമില്ല, 1000 ഉള്ളൂ. പക്ഷെ എന്റെ ഹബീബിനോട് സ്നേഹമുണ്ടോ? ഇങ്ങോട്ട് പോര്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം. സ്നേഹം ഉണ്ടെങ്കിൽ പോര്, കൂലി കിട്ടാൻ എവിടെ നിന്ന് വാങ്ങിച്ചു പോയിക്കോ. പക്ഷേ ആ കൂലിക്കൊരു നന്ദി ചെയ്യണം. അത് ഹബീബിനോട് ഒന്ന് സലാം പറയലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഒരാൾക്ക് കിടക്കാനുള്ള ഖബറൊക്കെ വേറെയും അവിടെ കുഴിക്കാൻ പറ്റും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്താ ചർച്ച നടക്കുന്നത്. മഹാനവറുകളോട് ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്താകുമ്പോ
മഹാനവറുകൾ വഫാത്താകുന്ന അത്ഭുതകരമായ രീതിയാണ്, അത്ഭുതമായിരുന്നു അവരുടെ മരണം. റൂമിലുള്ള എല്ലാവരോടും പുറത്തു പോവാൻ വേണ്ടി പറഞ്ഞു. റൂമിൽ സുഗന്ധം വെക്കാൻ വേണ്ടി പറഞ്ഞു. ബഖൂർ, നല്ല സുഗന്ധം അവിടെ പുകയിപ്പിക്കപ്പെടണമെന്ന് പറഞ്ഞു. എല്ലാവരോടും പുറത്തു കടക്കാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ എന്റെ റൂമിലേക്ക് വരുന്നുണ്ട്, അവർക്ക് വേണ്ടി എല്ലാവരും മാറിക്കൊടുക്കണം. മാറിക്കൊടുത്തു. മഹാനായ ശംസുൽ ഉലമയുടെ വഫാത്ത് അങ്ങനെയായിരുന്നു. എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവസാന സമയം നമുക്ക് പോയിക്കോളി, ഇവിടെ തിരക്കുണ്ട്, കുറെ ആളുകൾ വരുന്നുണ്ട്, സ്ഥലം കൊടുക്കണം. എല്ലാവരും മാറി നിന്നു. അവിടെ ആരുമില്ല, അല്ലാഹുവിന്റെ മലക്കുകളായിരിക്കണം എന്നാണ് മഹാനായ ശംസുൽ ഉലമ അങ്ങനെ വഫാത്താകുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എല്ലാവരോടും മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി മനോഹരമായ മരണമാണ് നടന്നത്. മനോഹരമായ മരണമാണ്. ആളുകൾ മരണത്തിന് മുമ്പേ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ റൗദയിൽ ഞങ്ങളൊരു ഖബർ കുഴിച്ചോട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് കിടക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ, ആഗ്രഹമില്ലേ? അവിടെ ഒരു ഖബർ കുഴിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി. സ്വാഭാവികമായും രാജാവാണ് അല്ലെങ്കിൽ ഖലീഫയാണ്, ഒരു ഉത്തരവ് കൊടുത്താൽ റൗദയുടെ ഭിത്തി തന്നെ മാറ്റിക്കെട്ടി അവിടെ എന്ത് ചെയ്യും? ഒരു ഖബർ ഹബീബിന്റെ ആ ഒരു മുറബ്ബയിൽ, ആ ഒരു സ്ക്വയറിൽ ഒരു ഖബർ കുഴിക്കാൻ പ്രയാസമില്ല. ആളുകൾ ചോദിക്കാൻ അങ്ങനെ ചെയ്തോട്ടെ. എന്താ മഹാൻ കൊടുത്ത മറുപടി എന്നറിയോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ ഹബീബിനോടും ഹബീബിന്റെ കൂടെ എല്ലാ കഷ്ടപ്പാടിലും കൂടെ നിന്ന് ത്യാഗം ചെയ്ത രണ്ട് സ്വാഹിബേനിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അരികത്ത് പോയി കിടക്കാനുള്ള യോഗ്യത ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങോട്ടില്ല. ആ ഒരു മഖാമിലേക്ക് പോകാൻ മാത്രമുള്ള പുണ്യം ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹു എന്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കിട്ടിയാൽ മതിയായിരുന്നു. റൗളയിൽ കിടക്കണമെന്ന മോഹം പറയാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിരസിച്ചു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ ചിന്തകൾ? അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വാഹിബൈനിയുടെ കൂടെ കിടക്കാൻ ഞാൻ ആയിട്ടുണ്ടോ? സിദ്ദീഖ് തങ്ങളുടെ കൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ മാനികമായ പ്രഭയിലും തഖ്വയിലും പരിശുദ്ധിയിലും സൂക്ഷ്മതയിലും നീതിയിലും ലോകത്തിന്റെ മാതൃക വെക്കാൻ കഴിയുന്ന രണ്ട് മഹത്തുക്കളെയാണ് ചരിത്രം എടുത്തു പറയുന്നത്. ഒന്ന് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാൻ, മറ്റേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാൻ. എന്നിട്ട് പോലും ഞാൻ അവിടെ കിടക്കാൻ യോഗ്യതയുള്ളവനല്ലല്ലോ, യോഗ്യതയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ കിടക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ചിന്തിക്കുന്നത് ഞാൻ അത്രക്കായില്ലല്ലോ എന്ന ചിന്തയാണ്. ആ ഒരു താഴ്മയും വിനയവും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. എപ്പോഴും ഒരാളെ കാണുമ്പോൾ അയാൾ എന്നെക്കാളും ഖൈറാണ് എന്നാണ് വിചാരിക്കേണ്ടത്. മുതിർന്ന ഒരാളെ കാണുമ്പോൾ വിചാരിക്കേണ്ടത്, അല്ലാഹുവേ അയാൾക്ക് എന്നെക്കാളും പ്രായമുണ്ടല്ലോ, ഞാൻ ചെയ്തതിനേക്കാളും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സമയവും സന്ദർഭവും അയാൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രായമുള്ള ആൾ എന്നെക്കാളും മെച്ചപ്പെട്ട ആള് തന്നെ. പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കാണുമ്പോ, ചെറുപ്പക്കാരനെ കാണുമ്പോ, കുട്ടികളെ കാണുമ്പോ, അല്ലാഹുവേ ഞാൻ ജീവിച്ച അത്ര, ഞാൻ ചെയ്ത തെറ്റൊന്നും ഈ കുട്ടികൾ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ജീവിച്ച അത്ര അവർ ജീവിച്ചില്ലല്ലോ, അതുകൊണ്ട് പാപങ്ങൾ എന്നെക്കാളും അവർക്ക് കുറവായിരിക്കുമല്ലോ. മുതിർന്നവരെ കാണുമ്പോൾ നന്മകൾ അവർക്ക് എന്നെക്കാളും കൂടുതലാണല്ലോ. രണ്ടവസ്ഥയിലും അവർ, മറ്റുള്ളവർ എന്നെക്കാളും ഖൈറാണ്, അവരെന്നെക്കാളും മുന്തിയവനാണ്. ഈ സമൂഹത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അങ്ങനെയാ ചിന്തിക്കേണ്ടത്. അഭിമാനം പറഞ്ഞൂടാ, ഞാൻ വലിയ ആൾ തന്നെയാണ് എന്നൊന്നും പറയാൻ പാടില്ല. ഞാൻ ഏറ്റവും താഴ്ന്നവനാണ്. അത്തിപ്പറ്റ ഉസ്താനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉസ്താനെ കണ്ടവരൊന്ന് കൈവക്കിയാട്ടെ. ഉസ്താൻ വന്നവിടെ മാഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷം 6 മാസം മുമ്പ് ഉസ്താദ് വന്നു. മാഷാ അല്ലാഹ്. അതൊക്കെയാണ് ആലിം എന്ന് പറഞ്ഞാൽ. ഉസ്താദിന്റെ ആ ഒരു വല്ലാത്ത ജീവിതേ. സ്റ്റേജിൽ ഉസ്താദ് വരികയാണെങ്കിൽ കസേരയൊക്കെ ഒഴിവാക്കി താഴെ പായ വിരിക്കേണ്ടി വരും. ഉസ്താദിനെ ഭക്ഷണത്തിന് വീട്ടിൽ വിളിക്കുകയാണെങ്കിൽ ടേബിളൊന്നും ഉസ്താദ് ഇരിക്കൂല, ചേറമ്മ ഇരിക്കൂല, താഴെ പായ വിരിച്ച് എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന വലിയൊരു പ്ലേറ്റിൽ അതിൽ പത്തിരിയോ ചോറോ കറിയോ ബിരിയാണിയോ സാമ്പാറോ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട്
ബിസ്മില്ല എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ മര്യാദയും പറഞ്ഞു കൊടുത്തിട്ട് ഉസ്താദ് കഴിപ്പിക്കും. ഉസ്താദ് വളരെ കുറച്ച് കഴിക്കും. അതിനിടയ്ക്ക് സുന്നത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ആലിമിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി, എന്തോ ഒരു മനോഹരമായ വിനയവും താഴ്മയും. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ആലിമീങ്ങളിൽ നമ്മൾ കാണുന്ന വ്യത്യാസം അതാണ്. ആലിമീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പക്ഷെ നമ്മുടെ സമസ്തയുടെ ഉലമാഇൻ്റെ പ്രത്യേകത അതാണ്. ആ ഒരു വിനയവും താഴ്മയും. അവർ വലിയ ആൾക്കാരാന്നുള്ള ഈ ഏർപ്പാടൊന്നും അവർ ചെയ്യൂല. ഇത് ആലിം ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഉസ്താദ് അങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മുമ്പിൽ ഇടപഴകുന്ന ഒരുപാട് ആളുകൾ, ഉസ്താദിൻ്റെ മുരീദന്മാർ. ഉസ്താദ് 10-20ഓളം വർഷം അൽഐനിലായിരുന്നു, UAE അൽഐനിലായിരുന്നു. മാഷാ അല്ലാഹ്, ഒരുപാട് കാലം അവിടുത്തെ അറബികൾക്കും മലയാളികൾക്കുമൊക്കെ ഒരുപോലെ തർബീത്ത് കൊടുത്ത മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ. ഉസ്താദ് ഒരിക്കൽ സദസ്സിലിരുന്നപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീട്ടിൽ സദസ്സിലിരുന്ന ഉസ്താദ് പറയുകയുണ്ടായത്രേ, 15 എനിക്ക് പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ജമാഅത്തായിട്ടല്ലാതെ ഞാനൊരു നിസ്കാരം ഫർദ് നിസ്കരിച്ചിട്ടില്ല. പ്രായപൂർത്തിയായയുടെ മുതൽ ഈ നിമിഷം വരെ ജമാഅത്തായിട്ടല്ലാതെ ഞാൻ ഫർദ് നിസ്കരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു ആലിം ആരാ വേറെ ഉണ്ടാവുക? അവരൊന്ന് ദുആയിരുന്നാൽ, അവരൊന്ന് ഒരു ദുആ ചെയ്തെന്നാൽ, അവരൊന്ന് മന്ത്രി ചൂതി തന്നു, ഒരു ദുആ ചെയ്യുന്ന ഒരു പുണ്യം തന്നാൽ, മാഷാ അല്ലാഹ്, ലൗ അഖ്സമ അലാ അല്ലാഹി ലബറ, അല്ലാഹുവിനെ വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ അവർ ചിന്തിക്കാൻ, ഉസ്താദ് അങ്ങനെ ഇരിക്കുക, വളരെ വിനയത്തോടുകൂടെ വളരെ താഴ്മയിൽ സയ്യിദന്മാരായ തങ്ങൾ കുട്ടിയാണോ ഉസ്താദ്, ആ കുട്ടിയാണ് ബഹുമാനിക്കുക. തങ്ങൾ കുട്ടിയായ ഒരു കുട്ടി 5 വയസ്സുണ്ട്, 6 വയസ്സുണ്ട്, ദ്വാരക്കാനുള്ള പരുവത്തിലൊക്കെ ആയിട്ടുണ്ടോ, ഉസ്താദ് ദ്വാരക്കൂല, തങ്ങൾ പാപ്പ ദ്വാരക്കി എന്ന് പറയും. ചെറിയ കുട്ടിയോടായിരിക്കും പറയാ തങ്ങൾ പാപ്പ എന്നൊക്കെ. സയ്യിദന്മാരെ തങ്ങന്മാരെ അങ്ങനെയാ കാണുക, അങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ ഉസ്താദ് അവറുകൾ. അല്ലാഹു അവർക്ക് ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു സിംപ്ലിസിറ്റി, ലൈസ ഫിൽ ഖൗമി അഷ്ഖാ മിന്നി. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ കാലിങ്ങനെ മുമ്പോട്ട് നീക്കി വെച്ചു. പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ചെയറിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല, പായലിരിക്കുകയാണ്, ചിലപ്പോൾ കാല് മടക്കി വെച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ കാല് നീട്ടി വെക്കൂലേ. അപ്പൊ ഇമാമിന്റെ മുമ്പിലേക്കാണ് നീട്ടിയത്. ഇമാം അവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഇവർ കാല് വലിച്ചു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തേ ഇപ്പൊ ചെയ്തത്? ഒന്നല്ല, സ്ഥാന്റെ മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ കാല് നീട്ടാണ്. അതിനെന്താണ് മോനെ, ഈ സമൂഹത്തിൽ ഈ ആൾക്കൂട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ആൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എന്നോടൊപ്പം ഇങ്ങനെ ബഹുമാനം കാണിക്കണോ? ലൈസ ഫിൽ ഖൗമി അഷ്ഖാ മിന്നി. ഇത് പറഞ്ഞ മഹാനാണ് ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആലിമീങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. സജ്ജനങ്ങളിൽ നിന്ന് ഇങ്ങനെയാ അവർ പഠിക്കുക. മുൻഗാമികളാണത് പഠിപ്പിച്ചു തരുന്നത്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചു പോയ ഏറ്റവും മഹിതമായ മാതൃകകൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, താബിഈങ്ങളിലൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരായ പണ്ഡിത തേജസ്സുകൾ, അല്ലാഹുവിന്റെ സൂഫിവര്യന്മാരായ ആലിമീങ്ങൾ കാണിച്ചു തന്ന മാതൃകകളാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഒരുപാടുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജോർദാനിന്റെ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു വഴിതെറ്റി വന്ന ഒരു പട്ടാളക്കാരൻ ആ വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം ജോർദാനിന്റെ മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ ഹെറാനിയത്തിന്റെ പരിഭ്രാന്തിയുടെ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോ മഹാനവറുകൾ മരുഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോഴാണ് ഒരാള്, അവിടെ ഒരു ഖബർസ്ഥാനുണ്ട്, ഒരു പട്ടാളക്കാരൻ വന്ന് ചോദിക്കുകയാണ്, ഐന ത്വരീഖ്, ടൗണിലേക്കുള്ള വഴി എതിലെയാണെന്നറിയോ? അവിടെ കണ്ട ഒരാളോടല്ലേ ചോദിക്കുക എന്ന് ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം മഹാനവറുകൾ ഖബർസ്ഥാൻ കാണിച്ചു കൊടുത്തതാ. ഇവിടെ ചോദിച്ചു, അതല്ല ഇൽ ഉംറാൻ, മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്നാ ഞാൻ ചോദിക്കുന്നത്, അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്? മനുഷ്യന്മാർ താമസിക്കുന്നിടത്തേക്കാണോ? ഇതാ മനുഷ്യന്മാർ പാർക്കുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഖബർസ്ഥാനിലേക്ക് ചൂണ്ടി പറഞ്ഞു. ഈ സൈന്യാധി പട്ടാളക്കാരൻ ചാട്ടവാറുകൊണ്ട് മുഖത്തടിച്ചു എന്നാണ് മഹാനവറുകൾ അറിഞ്ഞില്ല.
കയ്യുർത്തി, യാ റബ്ബ് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്നത ബിമാ അദ്ദബനി, പടച്ചവനെ എന്നോട് ചെയ്ത ഈ ഉപദ്രവത്തിന് പകരം അല്ലാഹുവേ നീ ഇവനെ സ്വർഗ്ഗം കൊടുക്കണമേ. എങ്ങനെ സ്വർഗ്ഗം? നമ്മൾ പടച്ചവനെ തോൽപ്പിക്കണേ, നശിപ്പിക്കണേ, ഇല്ലാതാക്കണേ, അങ്ങനെയല്ല. സ്വർഗ്ഗം കൊടുക്കണേ. ആർക്ക്? തന്നെ ഉപദ്രവിച്ച ഒരാൾക്ക് സ്വർഗ്ഗം കൊടുക്കണേ. ഇയാള് പിന്നെ അങ്ങ് നടന്നു, പട്ടാളക്കാരൻ നടന്ന് ടൗണിലേക്ക് എത്തി. അപ്പൊ ആ കൂട്ടുകാരോട് പറഞ്ഞു എങ്ങനെയായിരുന്നു യാത്രക്കാരൊക്കെ പറഞ്ഞു. മരുഭൂമിയിൽ ഒരാളോട് ചോദിച്ചു, അയാൾ എന്നെ ആകെ വട്ടം കറക്കി. ഞാൻ ടൗണിലേക്ക് വഴി ചോദിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്ക്. ഞാൻ പറഞ്ഞു പള്ളിക്കാട്ടിലെ മനുഷ്യന്മാർ പാർക്കുന്നിടത്തേക്ക് വഴി കാണിച്ചുതാ. പിന്നെയും പറഞ്ഞു പള്ളിക്കാട്ടിലേക്ക്. ഞാനൊരു അടി കൊടുത്തു. നീ ആരാണ് ആളുടെ രൂപക്കൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ചേലും കോലൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ റബ്ബേ അത് ഇബ്രാഹിം അദ്ദേഹം തങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരന് വലിയ വിഷമായി. റബ്ബേ ആ ഒരു മഹാനെ ഞാൻ അടിച്ചോ? വേഗം ഓടിച്ചൊന്ന് പൊരുത്തപ്പിടിച്ചോ, അല്ലെങ്കിൽ അപകടമാണ്, നിന്റെ ജീവിതത്തിൽ പരാജയം വരും. ഇത്രയും സജ്ജന സ്വാലിഹായ ഒരു മനുഷ്യനെ നീ വേദനിപ്പിക്കല്ലേ. അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഒരു അത്ഭുതം എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ അടിച്ചപ്പോ ഇയാൾ കയ്യുർത്തിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കെന്ന് ഞാൻ എന്നാ ഉറപ്പിച്ചോ അത് തന്നെയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന സ്വാലിഹായ മനുഷ്യൻ. ചെന്നോ എന്ന് പറഞ്ഞു. ഓടിച്ചെന്നു. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കാൽക്കൽ വീണ് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. എന്തേ പ്രശ്നം മോനെ? ഞാൻ നിങ്ങൾ അടിച്ചില്ല, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു, ശൈഖ് അവറുകളെ നിങ്ങളെ ചെറുപ്പക്കാരന് വേണ്ടി സ്വർഗം കൊടുക്കണമെന്ന് ദ്വാരുന്നതിന്റെ പൊരുള് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ അടി കിട്ടുമ്പോൾ അങ്ങനെ സ്വർഗം കൊടുക്കുക എന്ന് പറയാം. പറഞ്ഞു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഒന്നുമല്ല, ഈ ചെറുപ്പക്കാരൻ അടിച്ച അടിയുടെ വേദന ആലോചിച്ചപ്പോഴേ വല്ലാത്ത വേദന തോന്നി. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ അസ്വാബൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ വലാ ഹുമ്മ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. മുഅ്മിനായ മനുഷ്യന് ഏതെങ്കിലും ഒരു സങ്കടമോ ഒരു വിഷമമോ ഒരു വേദനയോ ഒരു പനിയോ ഒരു ക്ഷീണമോ ഒരു അസുഖം വന്നാൽ തന്നെയും അല്ലാഹു തആല അത് കാരണം മുഅ്മിനായ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അടിയുടെ വേദന നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇവൻ കാരണമായിട്ടുണ്ട്. ആ മനുഷ്യൻ കാരണം എനിക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരികയും എന്റെ വേദന കാരണം അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്തവന് ഞാൻ ഉപദ്രവം ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവന് സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്തത്. എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരമാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ചിന്തിക്കുന്ന ലോകമാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടങ്ങൾ. അവരിങ്ങനെയാ ചിന്തിക്കുക, നമ്മളെങ്ങനെ പകരം വീട്ടാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതാണ് വ്യത്യാസം. നമുക്ക് പകരം വീടാം. മൃഗങ്ങളുടെ സ്വഭാവമാണ് അത്, പകരം വീട്ടാതെ. പൂച്ചനെ പിടിച്ച് അടിച്ചു നോക്കി, നല്ല പൂച്ചയായിരിക്കും, റൂമിൽ കെട്ടിയിട്ട് അടിച്ചു നോക്കി, പൂച്ച ഒരു നരിയുടെ സ്വഭാവത്തിലേക്കാണ് മാറുന്നത് കാണാം. പൂച്ചക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ല, വാതിലൊക്കെ കുറ്റി അടിച്ചിട്ടൊരു പൂച്ചയെ വടിയെടുത്ത് അടിച്ചു നോക്കി തിരിച്ചാക്രമിക്കുന്നത് കാണാം. ഇത് മൃഗീയ സ്വഭാവമാണ്. എന്റെ മുത്തുനബിതങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, വൽകാദിമീനൽ ഗൈള വൽആഫീന അനിൻ നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ വുദു എടുക്കാൻ വേണ്ടി ഒരു മൺപാത്രത്തിലെ കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോഴാണ് അവർക്ക് സ്വബ്ബത്ഹാ ജാരിയ, ഒരു അടിമപ്പെണ്ണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു അടിമപ്പെണ്ണ് അവിടെ വീട്ടിലുണ്ട്. അവര് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ മഹാനവർ ഇരിക്കുകയാണ്, അവൾ നിൽക്കുകയാണ്. ആ കൂജ കയ്യിൽ നിന്ന് താഴെ വീണു. മഹാനവറുകളുടെ മുഖത്ത് മുറിവായി പാത്രം പൊട്ടുകയും ചെയ്തു. പാത്രം പൊട്ടി മുറിവായിരിക്കാൻ. അപ്പോ പെണ്ണ് വിചാരിച്ചു, വലിയ പേടിയായി പോയി. വീട്ടിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള ക്രിസ്റ്റലോ അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ തട്ടിത്തെറിപ്പിച്ചത് പൊട്ടിച്ചു കളഞ്ഞാൽ വലിയ പേടിയും ജാള്യതയൊക്കെ ഉണ്ടാവൂലേ. ഈ പെണ്ണിങ്ങനെ നിൽക്കുമ്പോ ആ പെണ്ണിങ്ങനെ പറഞ്ഞു, അല്ലാഹു പറഞ്ഞുവല്ലോ, ദേഷ്യം കടിച്ചു പിടിക്കുന്നവരെ അവരല്ലാഹുവിന് ഇഷ്ടമാണ്, അവരാണ് സജ്ജനങ്ങളായ ആളുകൾ. ദേഷ്യം കടിച്ചു പിടിക്കുക. മഹാനവറുകൾ പറഞ്ഞു, എന്റെ ദേഷ്യം ഞാൻ കടിച്ചു പിടിച്ചു. മുഖത്ത് മുറിവായിട്ടുണ്ട്, പാത്രം പൊട്ടിയിട്ടുണ്ട്, പിന്നെ അവിടൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. വെള്ളവും
ആ പെണ്ണ് ബാക്കി ഓതി കൊടുത്തു, വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെയോ അഫൗതു അൻകി, എനിക്ക് ഞാൻ മാപ്പ് തന്നു മോളെ. പെണ്ണ് ആയത്തിന്റെ ബാക്കി കൂടെ ഓതി കൊടുത്തു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത് കഴിഞ്ഞ് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ലാ, അല്ലാഹുവിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഒരടിമക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം സ്വാതന്ത്ര്യമാണ്. നന്മ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, നീ സ്വതന്ത്രയാണ്. ദേഷ്യം കടിച്ചിറക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, ഞാനത് കടിച്ചിറക്കി. മാപ്പ് ചെയ്യുന്നവരെ ഞാൻ നിനക്ക് മാപ്പും തന്നു. ഉപകാരം ചെയ്യുന്നവരെ നീ പൊയ്ക്കോ, നിന്നെ ഞാൻ വിട്ടു, നീ സ്വതന്ത്രയാണ്. എവിടെയെങ്കിലും സ്വതന്ത്രയായിട്ട് ജീവിച്ചോ. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, ഈ മാതൃകകൾ നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാൻ കഴിയും. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മുമ്പിൽ, അമവി ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു കൂട്ടം ഡെലിഗേറ്റ്സ്, ഒരു കൂട്ടം രാജ്യപ്രതിനിധികൾ വന്നിരിക്കുകയാണ്. രാജ്യസദസ്സിൽ ഒരുപാട് പ്രതിനിധികൾ വന്നിരിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കറുത്ത ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിക്കും ഓരോ കാര്യത്തിന്, അവിടെ ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ VIP ഡെലിഗേറ്റ്സാ വന്നിരിക്കുന്നത്. അപ്പൊ ഇയാളെ വിളിച്ചു, യാ ഗുലാം, ഒരു കറുത്ത വർഗക്കാരനായ അടിമയായിരുന്നു. ഒരു വിളി വിളിച്ചിട്ട് ഇയാൾ ഒരു ഉത്തരം കൊടുക്കണില്ല. അപ്പൊ ആ ഗുലാം, ഈ വേലക്കാരൻ അടിമ അവിടെ ഉണ്ട്. അന്ന് അടിമ സമ്പ്രദായം ഉണ്ട്. 150 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് പാടേ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അടിമ സമ്പ്രദായം. ഇന്ന് അടിമകളില്ല. അപ്പോ അന്ന് അടിമ സമ്പ്രദായമുണ്ട്. അപ്പോ വിളിച്ചു, ഇയാൾ വരുന്നില്ല. 2 തവണ വിളിച്ചു, വരുന്നില്ല. 3 തവണ വിളിച്ചിട്ടും വരുന്നില്ല. അപ്പോ നടന്നു ചെന്നിട്ട് ചോദിച്ചു, അല്ല നിന്നെ ഞാൻ വിളിച്ചില്ലേ, നീ എന്താ വരാത്തത്? നേരെ വന്നു. VIP-കളായ ആളുകൾ സദസ്സിലിരിക്കുകയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറഞ്ഞാൽ ധീരനായ, ഇച്ചിരി ദേഷ്യമൊക്കെയുള്ള, അധികാരം ഉപയോഗിക്കുന്ന ഭരണാധികാരിയാണ്. അപ്പോ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരെന്താ പറഞ്ഞെന്നറിയോ? തുനാദീനി യാ ഗുലാം യാ ഗുലാം, എപ്പോഴും നോക്കിയാലും യാ ഗുലാം യാ ഗുലാം. ഈ ഗുലാമിനൊന്നും ഇരിക്കൊന്നും വേണ്ടേ, ഈ ഗുലാമിന് വിശ്രമൊന്നും വേണ്ടേ, എപ്പോഴും വിളിക്കാണോ എന്നിയാൾ പരസ്യമായി തന്റെ ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് രാജാവിനോടായി പറയുന്നത്. എല്ലാവരും തല താഴ്ത്തി, തലയിലേക്ക് ചോര തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, കാരണം തല അപ്പോഴേ പോകുമെന്ന് വിചാരിച്ചു. എല്ലാവരും തല താഴ്ത്തി നിൽക്കുകയാണ്. ഉറപ്പിച്ചു ഇനി ഇതിന്റെ പരിഹാരം ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇവന്റെ തല പോയ തന്നെ. എല്ലാവരും തല പൊക്കിക്കൊള്ളുന്നു. എന്തേന്ന് ചോദിച്ചു. അല്ല, ഈ കേട്ടതൊക്കെ പറഞ്ഞു. ഇദാ സാഅ ഖുലുഖുനാ ഹസന അഖ്ലാഖുൽ ഖദം, നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവും. അങ്ങനെ മുതലാളിമാർ ഇച്ചിരി മോശ സ്വഭാവക്കാരാണെങ്കിൽ പണിക്കാരൊക്കെ ശരിക്കും മര്യാദക്ക് പണിയെടുക്കും അല്ലേ? നല്ല ദേഷ്യക്കാരനാണ്. ഇദാ സാഅ ഖുലുഖുനാ ഹസന അഖ്ലാഖുൽ ഖദം, നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവമൊക്കെ നന്നാവും. വഇദാ ഹസന അഖ്ലാഖുനാ, നമ്മുടെ സ്വഭാവം നന്നാവുകയാണെങ്കിൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവം മോശമാവുകയും ചെയ്യും. നമ്മുടേത് മോശമായാൽ അവർ നന്നാവും, നമ്മുടേത് നന്നായാൽ അവർ മോശമാകും. ഫമാ കുന്നാ ലിനുസി അഖ്ലാഖനാ ഹത്താ തഹ്സുന അഖ്ലാഖുൽ ഖദം, നമ്മുടെ വേലക്കാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി നമ്മുടെ സ്വഭാവം ഞാൻ മോശമാക്കുന്നവനല്ല. എന്റെ സ്വഭാവം ഞാൻ മോശമാക്കുന്നില്ല ഇവ നന്നാവാൻ വേണ്ടി. എന്റേത് മോശമായാൽ അവൻ നന്നാകുമെന്നറിയാം. അത് വിചാരിച്ച് ഞാൻ എന്റെ സ്വഭാവം മോശമാക്കിക്കൂടല്ലോ. ഞാൻ അവന് മാപ്പ് കൊടുത്തു എന്ന് സ്വന്തം ഗസ്റ്റിന്റെ മുമ്പിൽ, രാജ്യപ്രതിനിധികളുടെ മുമ്പിൽ വെച്ച് രാജാവായിരുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. ഇതൊക്കെ ചരിത്രത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളാണ്. ഇങ്ങനെയൊക്കെ അധികാരമുണ്ടായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റിയ അവരൊക്കെ അല്ലാഹു പരലോകത്ത് ആദരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കദമ ഗൈള, ഒരു മനുഷ്യന് തന്റെ ദേഷ്യം അത് നടപ്പാക്കാൻ കഴിയുമായിരിക്കെ നടപ്പാക്കാതെ കടിച്ചു പിടിച്ചാൽ അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കിട്ടുന്ന മഹിതമായ സ്വഭാവ ഗുണങ്ങളാണ്, നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ സ്വന്തം ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം പറയാൻ വന്ന ഒരു പെണ്ണ്, അവളെ പെണ്ണല്ല വന്നത് ഭർത്താവാണ് വന്നത്. അപ്പോ ഭാര്യയിട്ട് ഇടക്കിടക്ക് കശപിശകാണ്. കടലുണ്ടി നാരത്തിലൊന്നും ഒന്നും ഇല്ലാന്ന് വിചാരിക്കട്ടെ, നല്ല ശാന്തമായിട്ട് ഒരു ബഹളൊന്നും അപ്പുറപ്പുറൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ എല്ലാവരും റാഹത്തിലാന്ന് വിചാരിക്കട്ടെ. ഒരാൾ വന്നിട്ട് പറയാ,
ഉമർ എന്നവരെ വാതിൽക്ക മുട്ടി സമ്മതം ചോദിച്ചു. 3 പ്രാവശ്യം സലാം പറയുന്ന, ഒരു പ്രാവശ്യം സലാം പറഞ്ഞ് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒരു സലാം കൂടെ പറയും, കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഒരു സലാം കൂടെ പറയും, എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആൾ വാതിൽ തുറക്കുന്നില്ലേ പിന്നെ തിരിച്ചു പോരണമെന്നാ. പിന്നെ അടുക്കള വാതിലൊന്നും ചെല്ലാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ മര്യാദ ഒരു വീട്ടിലേക്ക് ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹം അങ്ങനെ സലാം പറഞ്ഞു, സമ്മതം ചോദിച്ചു. 2ാമത്തെ തവണയാണ് ഉമർ തങ്ങൾ തുറന്നു കൊടുക്കുന്നത്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ തങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വർത്താനം പറയാൻ. ഇത് കേട്ടിട്ടാണ് ഇയാൾ വാതിൽക്ക് നിൽക്കുന്നത്. അടുത്ത സമ്മതം കൂടെ ചോദിച്ച് ഇയാൾ പോയിട്ടുണ്ട്. എൻ്റെ പ്രശ്നം വന്ന് നോക്കുമ്പോൾ ഡോക്ടർക്ക് തന്നെ അസുഖമാണ്, പിന്നെ എൻ്റെ ഭാര്യയുടെ കുഴപ്പം പറയാൻ വേണ്ടി വരുമ്പോൾ ഉമർ തങ്ങളുടെ ഭാര്യ ഈ കണക്കിന് കയർക്കാണ്. അത്രയൊന്നും എൻ്റെ ഭാര്യ എന്നോട് പറയാറില്ല. അപ്പോൾ ഇദ്ദേഹം പോവാണ്, തിരിച്ചു വിളിച്ചു. അപ്പോഴാണ് കാര്യം പറഞ്ഞത്. ഉമർ തങ്ങൾ പറഞ്ഞു, കാര്യരിക്കിൻ, മക്കളൊക്കെ ഉണ്ടോ? ആ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങളെ കുട്ടികളൊക്കെ പ്രസവിച്ചത് ഓളന്നല്ലേ? നിങ്ങളല്ലല്ലോ വിഷമം സഹിച്ചതൊക്കെ അവരല്ലേ? ഗർഭധാരണം മുതൽ പ്രസവിക്കണവരെ കാലില് മസിൽ കയറുന്നതും ഞരമ്പ് വീർക്കണതും ഉറക്കം വരാത്തതും ഛർദിയും വിഷമവും ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കണതൊക്കെ എത്രയാ വലിയ ജിഹാദിൻ്റെ കൂലിയായിരിക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ. 6 മണിക്ക് അപ്പോയിൻമെൻറ്റ്, തിരിച്ചു വല്ല രാത്രി 6 മണിക്കായിരിക്കും. ഇങ്ങനെ പോയി ഇരിക്കുക, കാത്തിരിക്കാനെ ഡോക്ടർ വന്നിട്ടില്ല, ലേബർ റൂമിൽ പോയി ഇപ്പോൾ വരും പോവും. ഇങ്ങനെ എത്ര അപ്പോയിൻമെൻറ്റ്, എത്ര തവണ പോയി മടങ്ങി കഷ്ടപ്പെട്ടിട്ട് അവർ കുഞ്ഞ് ജനിക്കണത്. മൃതങ്ങൾ അതൊന്നും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കുട്ടികൾക്ക് ജന്മം കൊടുത്തത് ഉമ്മയല്ലേ, നിങ്ങളുടെ ഭാര്യ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ? നിങ്ങളുടെ വസ്ത്രമൊക്കെ വൃത്തിയാക്കി തരുന്നില്ലേ? വീടൊക്കെ അടിച്ചു മാറി അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ നാവിൽ ഇച്ചിരി നീളം കൂടുതലാണെങ്കിൽ നമുക്ക് സഹിച്ചാൽ പോരെ, ബാക്കിയൊക്കെ അവർ ചെയ്യുന്നില്ലേ? ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല പെണ്ണുങ്ങളോട് പറയാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് പേരിൽ പോയി മൃതങ്ങളാവൂല നിങ്ങളെ ഭർത്താക്കന്മാരെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരസ്പരം മനസ്സിലാക്കിയുള്ള സഹഭാവങ്ങളൊക്കെ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃകകളാണ്. വലിയ വലിയ അത്ഭുത സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്.